ഹലോ ഓൾ, ദിസ് ഇസ് ഷിബിന, യുവർ മെന്റർ. വെൽക്കം ടു ഹൗ ടു മേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചറസ് ഇൻ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററെ പറ്റിയിട്ടാണ് പറയാൻ പോണേ. ഇതിന്റെ ഒരു മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനും മെയിൻ ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. റസ്കിൻ ബോണ്ട് ആണ് ഇതിന്റെ ഓരോ ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു ബോയ് നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റോറി എന്ന് നോക്കാം. അപ്പൊ ഈ ബോയ് പറയാണ്, ഇന്ത്യയിലുള്ള നമ്മളുടെ വീടും പറമ്പും അല്ല മുത്തശ്ശന്റെ പേരിലായിരുന്നു, പക്ഷെ അവിടെ വലിയൊരു ആൽമരമുണ്ട്. ഈ ആൽമരം അവന്റെ സ്വന്തമാണ്. കാരണം എന്താണ്, മുത്തശ്ശന് 65 വയസ്സായി. ഈ 65ാം വയസ്സിൽ മുത്തശ്ശന് ഈ ആൽമരത്തിന്റെ മുകളിലേക്കൊന്നും പിടിച്ചു കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആൽമരം അവന്റെ പേരിലാണ്. മാത്രമല്ല മുത്തശ്ശൻ എപ്പോഴും ഇത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യായിരുന്നു. ഈ ആൽമരം എന്ന് പറഞ്ഞാൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന വലിയൊരു ആൽമരമാണ്. ഇതിന്റെ വേരുകളൊക്കെ മണ്ണിലേക്ക് ഇറങ്ങി അത്രത്തോളം പ്രായമുള്ള ഒരു ആൽമരമാണ്. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഈ ആൽമരത്തിനും വീടിനേക്കാൾ പ്രായമുണ്ട്, മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട്. അവരുടെ ഹിമാലയത്തിലുള്ള ഒരു ദഹ്റ പട്ടണമുണ്ട്. ഈ പട്ടണത്തിന്റെ അത്രയും പ്രായമുള്ള ഒരു ആൽമരാണെന്നാണ് പറയുന്നത്. ഇവന്റെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് തവിട്ട് നിറത്തിലുള്ള അണ്ണാനാണ്. ഈ അണ്ണാനും ഈ ആൽമരത്തിലുള്ളതാണ്. ആദ്യമൊക്കെ ഇവൻ ഇങ്ങനെ അണ്ണാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അണ്ണാൻ വേഗം ഓടി ഒളിക്കും. കാരണം ഇവൻ മനുഷ്യന്മാരെ പേടിയാണ്. പിന്നെ ഇവന്റെ കയ്യിൽ എയർ ഗണ്ണോ മറ്റു സാധനങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ അണ്ണാൻ മെല്ലെ മെല്ലെ ഇവന്റെ അടുത്ത് വരാൻ തുടങ്ങി. ഇവൻ ബിസ്ക്കറ്റും കേക്കൊക്കെ എടുത്തും എല്ലാം അണ്ണാന്റെ അടുത്തും പോകാൻ തുടങ്ങി. അങ്ങനെ അണ്ണാൻ വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അണ്ണാൻ വന്ന് ഇവന്റെ പോക്കറ്റിലുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവനും അണ്ണാനും ഒന്ന് ഫ്രണ്ട്സ് ആയി വരികയാണ്. അത് കഴിഞ്ഞ് വേനൽക്കാലാവുമ്പോൾ ഈ ആൽമരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള കായ്കൾ വരും. ഈ കായ്കൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പക്ഷികൾ ഈ ആൽമരത്തിലേക്ക് വരും. തത്തകള്, കാക്കകള്, ബുൾബുള്, പാരറ്റ്സ് തുടങ്ങിയിട്ട് ഒരുപാട് പക്ഷികൾ ഇവിടെ വരും. അപ്പൊ വേനൽക്കാലത്ത് ആ നാട്ടിലുള്ള ഏറ്റവും ശബ്ദമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ് ഈ ആൽമരാണ്. ഒരുപാട് പക്ഷികൾ ഉള്ളത് കൊണ്ട് തന്നെ വേനൽക്കാലാവുമ്പോൾ ഒന്ന് തണലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ആൽമരത്തിന്റെ പകുതി സ്ഥലത്ത് ഒരു തട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലിവിംഗ് റൂമിൽ പോയിട്ട് പില്ലോ ഒക്കെ എടുത്തിട്ട് ഇവൻ അവിടെ വന്നിട്ട് കിടന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരിക്കും. അങ്ങനെ ഇവന്റെ മുകളിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇവൻ ഇങ്ങനെ താഴേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ പലപ്പോഴും മുത്തശ്ശി വന്ന് അലക്കാനിട്ട തുണികൾ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നതും, പാചകക്കാരും പച്ചക്കറിക്കാരുമായിട്ട് അടി ഉണ്ടാക്കുന്നതും, ഒരു റോസി ഗോൾഡിന്റെ ചെടി ഇങ്ങനെ പടർന്നു നിൽക്കുന്ന മുത്തശ്ശൻ നോക്കുന്നതും ഒക്കെ നോക്കിയിട്ട് ഇവൻ ഇങ്ങനെ ഇരിക്കും. കാരണം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. ഒരു കീരിയും ഒരു കറുത്ത മൂർഖൻ പാമ്പും തമ്മിലുള്ള ഒരു അടിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു വേനൽക്കാലാണ്. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീടിന്റെ അകത്താണുള്ളത്. വേറെ ആരും പുറത്തില്ല. ഇവനൊന്ന് കുളിക്കാലോ എന്നൊക്കെ വെച്ച് പുറത്തിറങ്ങിയപ്പോൾ വെറുതെ ആൽമരത്തിൽ കയറിയതാണ്. അപ്പൊ താഴേക്ക് നോക്കുമ്പോഴാണ് ഇവൻ ഈ കാഴ്ച കാണുന്നത്. ഒരു കള്ളിമുൾ ചെടിയുടെ ഇടയിൽ കൂടി ഒരു മൂർഖൻ ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് തണുപ്പുള്ള സ്ഥലത്ത് തേടി പോവാണ്. അപ്പോഴാണ് അവൻ എപ്പോഴും കാണുന്ന ഒരു കീരിയുണ്ട്. ആ കീരി വന്ന് മൂർഖനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ നമുക്കറിയാലോ, കീരി മൂർഖനും കൂടി ചേർന്നാൽ എന്തായാലും അവിടെ ഫൈറ്റ് നടക്കൂല്ലേ. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അടി നടക്കുകയാണ്. 3 അടി നീളമുള്ള ഒരു കുഞ്ഞൻ കീരിയാണ്. പക്ഷെ ഈ കീരി തവിട്ട് നിറവും ഭയങ്കര ആക്രമണശാലി, നല്ല ബുദ്ധിയുള്ള ഒരു കീരിയായിരുന്നു. പക്ഷെ പാമ്പെന്ന് പറയുന്നത് അതേപോലെ തന്നെ പാമ്പിനും വളരെ വേഗത്തിൽ ആക്രമിക്കാനും ശത്രുക്കളെ കീഴടക്കാനും എല്ലാത്തിനും കേൾപ്പുള്ള ഒരു വലിയ പാമ്പുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും ഫൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. പാമ്പ് ആദ്യം തന്നെ കീരിനെ ആഞ്ഞു കൊത്താൻ നോക്കുന്നുണ്ട്. അപ്പൊ കീരി പാമ്പിനെ ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുകയാണ്. അപ്പൊ ഇവന് ഈ മരത്തിന്റെ മുകളിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവനെ കൂടാതെ 2 കാഴ്ചക്കാരും കൂടി ആൽമരത്തിലുണ്ട്, ഒരു മൈനയും ഒരു കാട്ടുകാക്കയും. അപ്പൊ ഇവരും എന്താണ് ഇതിന്റെ അവസാനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ നോക്കുന്നത്. പാമ്പ് എന്താക്കാണ്, കീരിനെ ഇങ്ങനെ ആഞ്ഞു കൊത്താൻ നോക്കുന്നുണ്ട്. കീരി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പാമ്പ് പിന്നെയും ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. പാമ്പിന്റെ നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് കീരിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷെ കീരി ചെറുതാണെങ്കിലും തോറ്റു കൊടുക്കുന്നില്ല. കീരിയും അതിനനുസരിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കീരിന്റെ ബേക്കത്തെ വാലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കും ഇവർ രണ്ടാളും എനിമീസ് ആണ്. ഇവർ രണ്ടാളും അടികൂടാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ ഒരു അവസരത്തിൽ പാമ്പ് കീരിനെ ആഞ്ഞു കൊത്താൻ നോക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ വിചാരിക്കുകയാണ് കീരി മരിച്ചു പോവാണ് വിചാരിക്കുകയാണ്. ആ സമയത്ത് മൈനയും കാക്കയും കൂടി പറന്നു വന്ന് പാമ്പിനെ ആക്രമിക്കാൻ നോക്കുന്നു. പക്ഷെ ഇവർ രണ്ടാളും പറന്നു വരുമ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ തട്ടിയിട്ട് പിന്നെയും തിരിച്ചാ മരത്തിലേക്ക് തന്നെ പോകുന്നു. പിന്നെയും പാമ്പ് കീരിനെ ആക്രമിക്കാൻ നോക്കും. മൈനയും കാക്കയും പറന്നു വരും. കീരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ തിരിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വീണ്ടും പാമ്പ് കീരിനെ ആക്രമിക്കാൻ വേണ്ടി ആഞ്ഞു കൊത്താൻ നോക്കുകയാണ്. ആ സമയത്ത് മൈനയും കാക്കയും കൂടി പറന്നു വരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് മൈന തിരിച്ചു പോകും. പക്ഷെ ആ സമയത്ത് പാമ്പ് കാക്കേനെ ആഞ്ഞു വീശി കൊത്തും. കാക്ക അപ്പൊ തന്നെ അപ്പുറത്തെ തോട്ടത്തിലേക്ക് പാറി വീണ് മരിച്ചു പോകും. പിന്നെ മൈന അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. മൈനയുടെ കാര്യം നോക്കിയിട്ട് ആ കൊമ്പ് തന്നെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം കീരി പാമ്പിനെ ആഞ്ഞങ്ങ് കൊത്തും. അങ്ങനെ പാമ്പിന്റെ ദേഹത്ത് നിന്ന് ചോരത്തുള്ളികൾ വരാൻ തുടങ്ങും. അങ്ങനത്തെ ഫൈറ്റിന്റെ അവസാനം ഒടുവിൽ കീരി എന്താക്കും, പാമ്പിന്റെ തല കടിച്ചെടുക്കും. മൂർഖന്റെ തല കടിച്ചെടുത്ത് കീരിന്റെ വായിൽ പാമ്പിന്റെ തല ഉണ്ടാകും. ആ ഒരു ജയിച്ച ഉന്മേഷത്തിൽ കീരി നിൽക്കുകയാണ്. കാഴ്ചക്കാരായിട്ട് ഇവരൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് പാമ്പിന്റെ ദേഹവും കടിച്ചു പറിച്ചുകൊണ്ട് കീരി തോട്ടത്തിലേക്ക് പറന്നു പോകും. അങ്ങനെ ഈ സംഭവം വിപുലമായ ഈ ഒരു കാര്യം വേഗം ആൽമരത്തിൽ നിറങ്ങി മുത്തശ്ശനോടായിട്ട് കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശൻ പറയാണ്, ഈ കീരിനെ മുത്തശ്ശൻ എപ്പോഴും ഫുഡൊക്കെ ഇട്ടു. കാരണം പാമ്പിനെ പോലത്തെ സാധനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കീരിനെ എപ്പോഴും ഫുഡൊക്കെ ഇട്ടിട്ട് മുത്തശ്ശൻ കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും എന്താക്കുന്നില്ല, ഈ കീരിനെ അവരെ ഇണക്കുന്നില്ല. കാരണം കാട്ടുകിരികളാണ് എപ്പോഴും ശത്രുക്കളെ നേരിടാൻ നല്ലതെന്ന് പറയാണ്. ഇവൻ ഈ സംഭവം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അടുത്ത സംഭവം കൂടി നമ്മൾ ആൽമരത്തിൽ നടക്കുന്നുണ്ട്. ചാര നിറത്തിലുള്ള അണ്ണാന്റെയും വെള്ള നിറത്തിലുള്ള എലീന്റെയും കഥ. മുത്തശ്ശൻ 4 അണ കൊടുത്തിട്ട് വാങ്ങിയതാണ് ഈ വെള്ള നിറത്തിലുള്ള എലീനെ. ഈ എലീനെയും കൊണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആൽമരത്തിൽ പോകും. എലി ഇങ്ങനെ അതിന്റെ ശാഖകളിലൂടെയൊക്കെ നടന്നൊക്കെ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പല സമയത്തും ഇവന്റെ അണ്ണാന്റെ അടുത്തേക്ക് എലി പോകുന്നതൊക്കെ ഇവൻ കാണാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, മുത്തശ്ശി തയ്ക്കുന്ന തുണികളൊന്നും കാണുന്നില്ല, എവിടെ പോയി അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ പല സമയത്തും അണ്ണാൻ ഇങ്ങനെ കൂട് കൂട്ടുന്നത് ഇവൻ കാണാറുണ്ട്. ഇവന്റെ പോക്കറ്റിലാണ് ആദ്യം അണ്ണാൻ കൂട് കൂട്ടാൻ നോക്കിയത്. പിന്നെ അണ്ണാൻ ഒരു മാളൊക്കെ
സെലക്ട് ചെയ്ത് അവിടെ അണ്ണാൻ കൂട് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവൻ നോക്കുമ്പോഴാണ് എന്തോ ആ മാളത്തിനുള്ളിൽ നിന്ന് മിനുങ്ങുന്ന കാണുന്നത്. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് മുത്തശ്ശീനെ തയ്ക്കുന്ന സൂചി കണ്ടത്. അങ്ങനെ ഇവൻ നോക്കിയ സമയത്ത് ഒരുപാട് തുണിക്കഷ്ണങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഉള്ളിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ ഇവൻ കണ്ടു. അപ്പൊ ഇവൻ ഓടിച്ചെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. ഇവർ വന്ന് നോക്കിയ സമയത്താണ് വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ഇവൻ അത്ഭുതത്തോടെ നോക്കിയിട്ട് മുത്തശ്ശൻ പറയാണ്, ഞാൻ ഇതൊരു വെള്ള നിറത്തിലുള്ള അണ്ണാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എലി ഇവിടെ വരുമായിരുന്നു. നമ്മൾ എലിന്റെ ഉദ്ദേശം വേറെയാണ്. അപ്പൊ എലിയും അണ്ണാനും കൂടിയിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്, വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കണം. അപ്പൊ മുത്തശ്ശൻ പറയാണ്, ഒരു എലിയും അണ്ണാനും ഒരുമിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് പറയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ അഡ്വഞ്ചറസ് ഇൻ ബനിയൻ ട്രീ എന്ന് പറയുന്ന സ്റ്റോറി. ഇതിൽ ഒരു ആൽമരം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. മെയിൻ ആയിട്ട് ആൽമരത്തിനോട് ഇവർക്കുള്ള ഒരു ബന്ധവും അതിൽ വരുന്ന മൃഗങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ആൽമരത്തിൽ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. മലയാളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്യാം. ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ പാമ്പിനെ കിരിനെ ഫൈറ്റ് സീൻ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ആയിട്ടുള്ള ഒരു വേർഡിൽ എഴുതാ എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഈ ഗ്രാൻഡ് ഫാദറുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഗ്രാൻഡ് ഫാദറിനോട് ചോദിക്കുക. അഡ്വഞ്ചറസ് ഇൻ ബനിയൻ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ട്രീയും നേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നേച്ചറിനെ പറ്റിയിട്ട് നിങ്ങളുടെ വേർഡിൽ സമ്മറി പ്രിപ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിൽ ആ ഒരു ഫൈറ്റ് സീൻ കണ്ട ദിവസം ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻ നമ്മളുടെ ആയിട്ടുള്ള ഒരു വേർഡ്സിൽ എഴുതാനുണ്ടായിരുന്നു. 2 മെയിൻ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ 2 ഇൻസിഡന്റ് നമ്മളുടെ ആയിട്ടുള്ള വേർഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഇവന്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ലെറ്റർ എഴുതാണ്. ഈ ലെറ്ററിൽ ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ആ ലെറ്റർ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പൊ എല്ലാവരും ചാപ്റ്റർ വായിച്ച് നോക്കണം നന്നായിട്ട്. നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കേണ്ട. നമ്മൾ കൂടുതലായിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യം തന്നെ കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് എക്സാമിന് ഈ ചാപ്റ്റർ എല്ലാവരും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക.